ബോസ് തുടങ്ങി ആദ്യ ദിവസം തന്നെ ബിഗ് ബോസിൽ അടി പൊട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ നമ്മുടെ രേണു സുധിക്ക് തലവേദനയായിരുന്നു എന്നുള്ളതാണ്. അത് പൊളിച്ചെടുക്കാൻ വേണ്ടി അഭിയും അപ്പാനിയും കൂടി കിണഞ്ഞ് മെനക്കെടുകയും രേണു സുധിയായിട്ട് പോലെ ഏർപ്പെടുന്നതെല്ലാം നമ്മൾ കണ്ടു. വളരെ നല്ല ഒരു ഗെയിമായിരുന്നു. പക്ഷേ അതിൽ ക്യാപ്റ്റൻ അനീഷിൻ്റെ കുരുക്കിൽ ഇവർ വീണു പോകുകയായിരുന്നു. എന്നാൽ മാക്സിമം ആ ഗെയിം പൊട്ടിക്കാൻ വേണ്ടി അഭിയും അപ്പാനി കിണഞ്ഞ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ രേണു സുധി കൈവിൻ്റെ പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കി. പാപം പെട്ടുപോയി എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ ആ ഗെയിമിങ് തീർച്ചയായിട്ടും അനീഷിൻ്റെ ഒരു ബുദ്ധി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ബിഗ് ബോസിലുണ്ടായ നമ്മുടെ തലവേദന നാടകത്തിൻ്റെ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്കൊന്ന് കണ്ടുവരാം. തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ രേണു സുധി അലറി വിളിക്കുകയാണ്, എനിക്ക് അഭിനയമല്ല എന്നും തലവേദന തന്നെയാണ്, അഭിനയിക്കേണ്ട കാര്യം തനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേണു സുധി അങ്ങോട്ട് പെരുമാറുന്നുണ്ട്. നമുക്കതുകൂടി കാണാം. രേണു സുധി തീയായി മാറുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നമുക്ക് കണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും രേണു സുധീൻ്റെ തലവേദന നാടകം നിങ്ങൾ കണ്ടു കാണും. അത് പൊളിച്ചെടുക്കാൻ വേണ്ടി അഭിയും അപ്പാനി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. തലവേദന കള്ളത്തരമാണ് എന്നും തനിക്ക് ഒറിജിനൽ തലവേദന ഇല്ല എന്നും കിടന്നുറങ്ങേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് വന്ന് ഇത്തരം നാടകം കളിക്കുകയാണെന്ന് അംബാനി അതുപോലെ പൊളിച്ചെടുക്കുകയാണ്. അഭിയുമായിട്ട് വാക്പോരിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടു. വളരെ വളരെ പണിപ്പെട്ടാണ് രേണു സുധി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ്. രേണു സുധി തലവേദനയാണ്, എനിക്ക് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ആദ്യം തന്നെ ക്യാപ്റ്റനായ അനീഷിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് അനീഷിൻ്റെ തന്നെയാണ്. അവരുടെ കുരുക്കിൽ തീർച്ചയായിട്ടും രേണു സുധി പെട്ടുപോയതാണ്. അപ്പോൾ അവർ രേണു സുധി പക്ഷേ മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പാനിയും അബിയും കൂടി പരമാവധി നമ്മുടെ രേണു സുധിയെ ചൊറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വിളവെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മടി പൊട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്ബറും കയറി അനീഷിൻ്റെ 2 ഇരട്ടത്താപ്പുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഷനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് തലവേദനയാണ് എന്ന് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അനീഷ് അത് സമ്മതിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രേണു സുധിയുടെ ഒറിജിനലും അതുപോലെ തന്നെ ഷാനവാസിൻ്റെ തലവേദന ഫേക്കും എന്ന് ചോദിച്ചുകൊണ്ട് അക്ബറും പൊരിഞ്ഞ പോരാട്ടമാണ് ബിഗ് ബോസിനുള്ളിൽ നടന്നത്. സീസൺ 7 തീർച്ചയായിട്ടും അടി പൊട്ടി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഗെയിമിംഗ് തന്നെയായിരുന്നു. പക്ഷേ അനീഷ് കളിക്കുന്ന ഗെയിം അക്ഷരാർത്ഥത്തിൽ പല ആൾക്കാരും അവരുടെ മുന്നിൽ പെട്ടുപോവുകയാണ് എന്ന് തന്നെ എനിക്ക് തോന്നി. നല്ലൊരു ഗെയിം പ്ലാനോട് കൂടിയാണ് നമ്മുടെ അനീഷ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അത് ബിഗ് ബോസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കളികൾ നമ്മുടെ രേണു സുധി ആയാലും അതുപോലെ തന്നെ അനുമോളായാലും കളിച്ചു കൊണ്ടിരിക്കുന്നു. അനുമോൾ എന്ന് പറയുന്ന ചെറിയ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ ബിഗ് ബോസ് ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് കണ്ടത്. കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും അനുമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ രേണു സുധിയാണ് അല്പം കൂടി ഒന്ന് മെച്ചപ്പെട്ട കളി പുറത്തെടുക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തലവേദനയാണെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവിൻ്റെ പരമാവധിയുള്ള ശ്രമം അഭിനയത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും രേണു സുധി കുറച്ച് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് വെറുതെ ചുറ്റി നടക്കുകയാണ് അനുമോൾ എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അനീഷ് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിൻ്റെ ഗെയിമിംഗ് പ്ലാനിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അംബാനിയും അതുപോലെ തന്നെ അബിയും
തീർച്ചയായിട്ടും നമ്മുടെ അനീഷിൻ്റെ ഗെയിമിങ് പൊളിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ ഷേനവാസിൻ്റെ കള്ളത്തലവേദനയും അതുപോലെ തന്നെ രേണുസുധിയുടെ ഒറിജിനൽ തലവേദനയും പറഞ്ഞ 2 ഇരട്ടത്താപ്പാണ് ക്യാപ്റ്റൻ കാണിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പുതിയ എപ്പിസോഡുകൾ അടികൾ പൊട്ടാൻ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു എപ്പിസോഡായി വീണ്ടും വരുന്നവരെ നന്ദി.